കൊച്ചിയും കോഴിക്കോടും തമ്മിൽ യുദ്ധം. കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി. എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്നും സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശമയച്ചെങ്കിലും കൊച്ചി രാജാവ് നിരസിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമാണ് എളങ്ങന്നംപുഴ ക്ഷേത്രം. ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ അൽബുക്കാർക്കാണ്. ഫ്രാൻസിസ്കോ അൽബുക്കാർക്ക് കൊച്ചിയിലെത്തിയത് 1503 സെപ്റ്റംബറിൽ. പോർച്ചുഗീസ് സൈന്യത്തിന്റെ വരവോടെ കോഴിക്കോട് സൈന്യം പിൻവാങ്ങി. ഇനി അടുത്ത് പോർച്ചുഗീസ് സാമ്രാജ്യം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് 1628 പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ, ദാമൻ ആൻഡ് ദിയു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമാണ്. അതായത് 1498 മുതൽ 1961 വരെ. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. അത് 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നത്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട്. പോർച്ചുഗീസുകാർ കാലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണറാണ് അന്റോണിയോ വാസലോ ഇൻ സിൽവ. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി.കെ. കൃഷ്ണമേനോനാണ്. ഇനി അടുത്ത ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 നിയമിതനായത്. ഇന്ത്യയിൽ നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. 5 ദ്വീപ്, കണ്ണൂർ, മലക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. അൽമേഡ കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലേസ് കോട്ട നിർമ്മിച്ചത് 1505. അൽമേഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വർഷം 1509. ഇനി അടുത്ത് അൽബുക്കാർക്ക്. 1509 മുതൽ 1515 വരെയുള്ള ഭരണകാലഘട്ടമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം. അൽബുക്കാർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അൽബുക്കാർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. 1509 നിയമിതനാവുന്നത്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കാർക്ക് നിയമിച്ചതെന്ന് ചോദിച്ചാൽ മാർഷൽ കുഡിൻഹോ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കാർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അദ്ദേഹം. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയും അൽബുക്കാർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് അൽബുക്കാർക്ക്. അദ്ദേഹം അന്തരിച്ചത് 1515 ഡിസംബറിലാണ്. ഇനി ക്ലിയർ കട്ട് ബോക്സിൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൻകാല തലസ്ഥാനമാണ് ഗോവ. ഇനി കൺഫ്യൂസിംഗ് ഫാക്റ്റിൽ 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ചത് കണ്ണൂർ സന്ധിയും 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി പൊന്നാനി സന്ധിയുമാണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. അത് 1488. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡ കോവിൻഹ. ഇതിനടുത്ത് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസാണ് കാർട്ടസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് അഥവാ ഈ പാസ് സ്വന്തമാക്കണമായിരുന്നു.
കാർട്ടസിൽ കപ്പലിന്റെ വലുപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെ വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങളുണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു.